മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. തൃശ്ശൂര് വെങ്ങണിശ്ശേരിയില് വേദത്തെക്കുറിച്ചൊരു ക്ലാസ് എടുത്തു. വളരെ അധികം ആൾക്കാരുണ്ടായിരുന്നു. ഞായറാഴ്ച ആയിരുന്നിട്ടും കഴിഞ്ഞ 2-3 ദിവസം നിരന്തരം യാത്രയായിരുന്നു. ഒരു ക്ലാസ് വേദത്തെക്കുറിച്ചാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു, കുറച്ചുപേര് മറ്റു മതത്തിലുള്ളവരുണ്ടായിരുന്നു. അവർക്ക് വേദം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ശരിക്ക് വേദത്തെ അനാദിയാണെന്ന് പറയാറുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയോ? വേദത്തിലെ മന്ത്രങ്ങൾ എഴുതിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. അനവധി ഋഷിവര്യന്മാരാണ് വേദമന്ത്രങ്ങൾ എഴുതിയത്. അവര് വിവിധങ്ങളായ വേദമന്ത്രങ്ങൾ എഴുതി. ആ മന്ത്രങ്ങൾ ആരെഴുതി എന്ന് നിങ്ങൾ ആരോട് ചോദിച്ചാലും അവര് പറയും മന്ത്രങ്ങൾ എഴുതിയത് ആരാണെന്ന് അറിഞ്ഞൂടാ, അവര് മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാരാണ് എഴുതിയതെന്ന് പറയും. പക്ഷെ മന്ത്രങ്ങൾ എഴുതിയത് ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാം. ഋഗ്വേദം എടുത്ത് നോക്കിയാൽ ഏത് മന്ത്രം ചൊല്ലുന്നതിന് മുമ്പും ആ മന്ത്രം എഴുതിയ ഋഷിയുടെ പേര് അതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു മന്ത്രം ഞാൻ പറയാം. ഗാദിനോ വിശ്വാമിത്ര ഋഷി ദേവി ഗായത്രി ചന്ദ മിത്രോ ദേവതാ മിത്രസ്യ ചർഷണേതൃതോവോ ദേവസ്യ ദാനസീതുമ്രം ചിത്രസ്രവസ്ത്രമം മിത്രോ ജനാന്യാദയതി ബ്രുവാണോ മിത്രോ ദാതാര പൃഥിവീ ഉദാധ്യാമിത്രകൃഷ്ടേരനിമിഷാപി ജ്യേഷ്ഠേ മിത്രായ ഹവ്യം കൃതമജ്ജുഹോദാ പ്രഥമിത്രമർത്തോ അസ്തു പ്രയസ്വാൻ യസ്ത ആദിത്യ ശിക്ഷതേർവൃതേനാനഹന്യതേന ജീയതേ തോന്തോ നൈനമംഹോ അശ്നോത്യന്തീതോ നദൂരാത്. ഞാൻ ഇത്തിരി സ്പീഡിൽ ചൊല്ലിയതാണ്, സ്വരത്തോടു കൂടി അല്ല ചൊല്ലിയത്. ഇതൊരു ഋഗ്വേദ മന്ത്രമാണ്. ഈ മന്ത്രം എഴുതിയത് അത് എഴുതിയതിന്റെ മുകളിൽ തന്നെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. വിശ്വാമിത്ര കുലത്തിൽ ജനിച്ച ഗാദിന വിശ്വാമിത്രൻ എന്ന ഋഷിയാണ്. ഗാദിന വിശ്വാമിത്രൻ എന്ന ഋഷിയാണ് അത് എഴുതിയത് എന്നുള്ളത് മന്ത്രത്തിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏത് ദേവതയെ കുറിച്ചാണ് വിവരിക്കുന്നത്? മിത്രോ ദേവത, സൂര്യനെ കുറിച്ച് വിവരിക്കുന്ന മന്ത്രമാണ്. അത് എഴുതിയിരിക്കുന്ന മന്ത്രങ്ങളുടെ വരികളിലെ അക്ഷരം 24ആണ്. എന്താ കാരണം അറിയോ? ഗായത്രി ഛന്ദസ്സിലാണ്. ഇപ്പൊ ഗാദിനോ വിശ്വാമിത്ര ഋഷി, ദേവി ഗായത്രി ഛന്ദഃ, മിത്രോ ദേവത. ഈ 3 വരി പറയുമ്പോ ഋഷിയുടെ പേര് പറയുമ്പോൾ നമ്മൾ നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തലയിൽ തൊടുന്നത്. ഗാദിനോ വിശ്വാമിത്ര ഋഷി, ദേവി ഗായത്രി ഛന്ദഃ. ഓരോ വേദമന്ത്രത്തിന്റെയും ജീവാത്മാവ് എന്ന് പറയുന്നത് അതിന്റെ ഛന്ദസ്സാണ്. അത് എങ്ങനെ ആലപിക്കണം എന്ന് വിവരിക്കുന്ന രീതിയാണ്. അക്ഷരങ്ങളും വാക്കുകളും വേദത്തിന്റെ ശരീരവും, ഛന്ദസ്സും സ്വരവും വേദത്തിന്റെ ജീവനുമാണ്. അപ്പോ പിന്നെ മിത്രോ ദേവത, ദേവത നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അപ്പൊ ആ ദേവതയെ നമ്മൾ സ്മരിച്ചുകൊണ്ട് തലയുടെ മുകളറ്റത്ത്, മൂക്കിന്റെ അറ്റത്ത്, ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ടാണ് വേദമന്ത്രങ്ങളിലെ ഓരോ മന്ത്രങ്ങളും ചൊല്ലേണ്ടത്. അപ്പൊ ഇങ്ങനെ ഏതാണ്ട് 1000കണക്കിന് മന്ത്രങ്ങള് നമ്മുടെ പൂർവീക ഋഷിവര്യന്മാര്, ഏതാണ്ട് 210ഓളം ഋഷിവര്യന്മാരാണ് ഈ ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത്. ആ മന്ത്രങ്ങളെ വേദവ്യാസൻ എന്താ ചെയ്തറിയോ? വേദവ്യാസനോ വ്യാസന്റെ കുലത്തിൽ ജനിച്ചവരോ ഒരു വലിയ രീതിയിൽ, നല്ല രീതിയിൽ, നല്ല അബ്സൊല്യൂട്ട് നോളജ്, അറിവ്, ജ്ഞാനം മാത്രം തരുന്ന മന്ത്രങ്ങളെ ഋഗ്വേദ മന്ത്രങ്ങളാക്കി ഒരു പുസ്തകത്തിൽ എഴുതി, ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് ധാരാളം മന്ത്രങ്ങൾ പ്രകൃതി ദേവതമാർക്ക് നമ്മൾ യാഗങ്ങളിലൂടെയും യജ്ഞങ്ങളിലൂടെയും, മൃഗബലി പണ്ട് ഉണ്ടായിരുന്നില്ല, ഇടക്കാലത്ത് വന്നതാണ്. ആ യാഗങ്ങളും യജ്ഞങ്ങളും, ഹവിസ് എന്ന് വെച്ചാൽ ചോറ്, ചമത, പഴം, ഇത് അഗ്നിയിൽ ഹോമിച്ച് സൂര്യനും ദേവതമാർക്കും അഗ്നിയിലൂടെ എനർജിയായിട്ട് എത്തിക്കുന്നു എന്ന സങ്കല്പത്തിലൂടെ യാഗകർമ്മങ്ങൾ ചെയ്യാനുള്ള മന്ത്രങ്ങളും പൂർവിക ഋഷിവര്യന്മാർ എഴുതിയിരുന്നത് യജുർവേദത്തില് വ്യാസൻ, വേദവ്യാസൻ അല്ലെങ്കിൽ വ്യാസന്റെ കുലത്തിൽപ്പെട്ട ഋഷിമാര് 2ാമത്തെ വേദം അങ്ങനെ സൃഷ്ടിച്ചു. പിന്നെ ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും കുറേ മന്ത്രങ്ങൾ എടുത്ത് നല്ല നീട്ടി വലിച്ച് സംഗീതാത്മകമായി വേദാനാം സമവേദോസ്മി, വേദാനാം സാമവേദോസ്മി, ആ സാമവേദത്തിന്റെ പ്രത്യേകത സാമഗാനങ്ങളായിട്ട് ആലപിക്കുന്നതാണ്. എന്തിനങ്ങനെ ആലപിക്കുന്ന അറിയോ?
യാഗശാലയില് ദ്രവ്യങ്ങൾ ഹോമിക്കുമ്പോൾ പ്രകൃതി ദേവതകള് അല്ലെങ്കിൽ വൈദിക ദേവതകള് അവിടെ വന്ന് യാഗദ്രവ്യങ്ങൾ സ്വീകരിക്കുന്നു. ആ യാഗദ്രവ്യങ്ങൾ സ്വീകരിക്കുന്ന വേളയില് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാമവേദത്തിലെ സാമഗാനങ്ങൾ ഉണ്ടാക്കിയത്. അത്രയും ആ സാമഗാനങ്ങളിൽ മിക്കവാറും മന്ത്രങ്ങളൊക്കെ ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും മന്ത്രങ്ങളാണ്. ഒരു 50ഓ 55ഓ വരികൾ മാത്രമേ സാമവേദത്തിന്റെ തനതായ മന്ത്രങ്ങളുള്ളൂ. ബാക്കി മുഴുവനും ഈ ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും മന്ത്രങ്ങളെ ഗാനരൂപത്തിൽ ആലപിക്കുന്നതാണ് കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അടിസ്ഥാനം നൽകിയ സാമവേദം. ഇപ്പൊ ഋഗ്വേദം ജ്ഞാനകാന്ഡം, യജുർവേദം കർമ്മകാന്ഡം, സാമവേദം കലാപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനം, അഥർവവേദം എന്ന് പറയുന്നത് സാധാരണക്കാരായ വ്യക്തികള് അവരുടെ കൃഷി, അവർക്കുണ്ടാവുന്ന രോഗങ്ങള്, ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം, അവരുടെ ഗ്രഹപ്രവേശം, രഥാരോഹണം, വാഹനങ്ങളുടെ ഇത്, പുതിയ ഡ്രസ്സ് ഇടല്, ശത്രുനാശനം, സ്വന്തമായിട്ട് സന്തോഷത്തോട് ജീവിക്കാനുള്ള പ്രാർത്ഥന, ഇങ്ങനെ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളെല്ലാം കൂടി ചേർത്ത് അഥർവവേദത്തിൽ വേദവ്യാസ കുലത്തിൽപ്പെട്ട ഋഷിവര്യന്മാര് ഒതുക്കി. അപ്പൊ ധാരാളം ഋഷിവര്യന്മാർ എഴുതി വെച്ച മന്ത്രങ്ങളാണ് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഇത് മനസ്സിലാക്കാൻ അത്രയും വലിയ ബുദ്ധിമുട്ടില്ല. ഉദാഹരണമായിട്ട് ധാരാളം വ്യക്തികള് പലതരത്തിലുള്ള കവിതകൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിൽ ദേശഭക്തി ഗാനങ്ങൾ എന്ന് പറഞ്ഞ് ഒരു പുസ്തകം ഒരാൾ എഴുതുകയാണെങ്കിൽ അതിൽ തകഴി ശിവശങ്കരപ്പിള്ള കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ, ഉള്ളൂര് അയ്യര് കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ, ഭാരതി തമിഴിലെ കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ, കുമാരനാശാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ, എടപ്പള്ളി കവിതകള്, കടമ്മനിട്ട കവിതകള്, പിന്നെ ആരൊക്കെ കവിതകൾ എഴുതിയിട്ടുണ്ടോ അവരെഴുതിയ കവിതകളിൽ നിന്ന് ദേശഭക്തി ഗാനങ്ങൾ മാത്രം എടുത്ത് ഒരു പുസ്തകം എഴുതുന്ന മാതിരിയാണ് വേദത്തെ 4ആയിട്ട് പകുത്തു എന്ന് പറയുന്നത്. അറിവ് നൽകുന്നതായിട്ടുള്ള മന്ത്രങ്ങളെല്ലാം ഋഗ്വേദത്തിലും, യാഗകർമാദികൾക്ക് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളെ യജുർവേദത്തിലും, കലാപരമായി സംഗീതാത്മകമായി ആലപിക്കുന്ന മന്ത്രങ്ങളെയെല്ലാം സാമവേദത്തിലും, സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും കീർത്തനങ്ങളും മന്ത്രങ്ങളെയും അഥർവവേദത്തിലും തിരിച്ച ആ ഋഷിമാര് എഴുതിയ മന്ത്രങ്ങള് എന്നാലോചിച്ച് നോക്കാം. ആദ്യം ഉണ്ടായത് ഋഗ്വേദാണ്. ആ അനാദികാലം മുമ്പാണ് ഋഗ്വേദം ഉണ്ടായത്. പിന്നീടാണ് വാൽമീകി രാമായണം ത്രേതായുഗത്തിൽ ഉണ്ടായത്. പിന്നീടാണ് മഹാഭാരതം ദ്വാപരയുഗത്തിൽ ഉണ്ടായത്. പിന്നീടാണ് പുരാണങ്ങൾ ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ഉണ്ടായത്. അപ്പോൾ ആദ്യം ഉണ്ടായത് സിമ്പിൾ പുസ്തകങ്ങളല്ല, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേദങ്ങളും ഉപനിഷത്തുക്കളുമാണ് ഭാരതത്തിൽ ആദ്യം ഉണ്ടായത്. സാധാരണഗതിയിൽ ലോകത്തിലെ ഏതറിവും പ്രിമിറ്റീവ് അറിവിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് അറിവിലേക്ക് പോവാണ്. 1950 കെമിസ്ട്രി, 60 കെമിസ്ട്രി, 70 കെമിസ്ട്രി, 90 കെമിസ്ട്രി, 2000 കെമിസ്ട്രി, 2010 കെമിസ്ട്രി നോക്കിയാൽ കെമിസ്ട്രി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഫിസിക്സ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, മാത്തമാറ്റിക്സ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ലോവർ ലെവലിൽ നിന്ന് വളരെ ഹയർ ലെവലിലേക്ക് നോളജ് വളരെയാണ്. ഭാരതത്തിൽ മാത്രം ആദ്യം ഉണ്ടായത് ഹയസ്റ്റ് ലെവലിലുള്ള വേദങ്ങളും ഉപനിഷത്തുകളുമാണ്. പിന്നീടാണ് ലോവർ ലെവലിലേക്കുള്ള നോളജ് ഉണ്ടായത്. ബാക്കി എല്ലാ രാജ്യത്തിലും നോളജ് എവല്യൂഷൻ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ മാത്രം നോളജ് ഡെവല്യൂഷനാണ്. ഹയസ്റ്റ് ലെവലിലുള്ള നോളജ് ആദ്യം ഉണ്ടായി, പിന്നീട് അത് സിംപ്ലിഫൈ ചെയ്ത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുണ്ടായത്. അങ്ങനെയുള്ള ഹയസ്റ്റ് ലെവലിലുള്ള നോളജ് പെർഫെക്റ്റ് സംസ്കൃത വാക്കുകൾ ഉപയോഗിച്ച്, പെർഫെക്റ്റ് സംസ്കൃത ഗ്രാമർ ഉപയോഗിച്ച്, അക്ഷരങ്ങൾ കടുകിട മാറാതെ വളരെ 10,000 വാക്കുകൾ സംസ്കൃതത്തിൽ എഴുതിയുണ്ടാക്കി, ആ വാക്കുകളെ വരികളാക്കി, ആ വരികൾക്ക് കറക്റ്റ് വൃത്തനിയമം കൊടുത്ത് എഴുതാൻ നമ്മളുടെ അനവധി ഋഷിവര്യന്മാർക്ക് സാധിച്ചത് കൊണ്ട് സാധാരണ മനുഷ്യർക്ക് അക്കാലത്ത് സാധിക്കുന്നതിനേക്കാൾ കപ്പാസിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് വേദം എഴുതിയ ഋഷിവര്യന്മാരെ നമ്മൾ അപൗരുഷേയ മന്ത്രങ്ങൾ എന്ന് പറയും. അപൗരുഷേയർ, സാധാരണ മനുഷ്യർക്ക് പറ്റാത്തത്. അപ്പോൾ വേദം അനാദിയാണ്. വേദവ്യാസൻ വേദത്തെ 4ആയിട്ട് പകുത്തു. വേദം ഉപദേശങ്ങളാണ് നൽകുന്നത്, കഥകളല്ല.
അതിൽ വ്യക്തിയധിഷ്ഠിത അനുഭവങ്ങളില്ല. സ്വർഗ നരകങ്ങളെ കുറിച്ച് വേദങ്ങളിൽ പറയണില്ല. അതുപോലെ തന്നെ ശരി തെറ്റുകളെ കുറിച്ച് പറയുന്നില്ല. വേദങ്ങളിൽ പറയുന്നത് മുഴുവനും സന്ദേശങ്ങൾ, ഉപദേശങ്ങളാണ്. ആ വേദങ്ങളെ അപൗരുഷേയരായ ഋഷിമാരെ എഴുതിയെന്നാ പറയാം. ഈ ഋഷിവര്യന്മാർക്ക് വേറൊരു പേര് കൂടിയുണ്ട്, മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാര്. എന്താ ഈ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാരെന്ന് പറയുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് വാക്കൊന്നും അല്ല. പക്ഷെ വിവരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് വാക്കാണ് താൻ. എന്താ അറിയോ, ശരിക്ക് ഒരു പൂവ് വിടർന്നിരിക്കുന്നത് കണ്ട് കുമാരനാശാൻ സന്തോഷിച്ചു. വൈകുന്നേരം തിരിച്ചു വരുമ്പോ ആ പൂവിങ്ങനെ വാടിയിരിക്കുന്നതായിട്ട് കണ്ടു. ആ പൂവിന്റെ അവസ്ഥയാണ് മനുഷ്യനും ഈ ലോകത്തിലുള്ള സർവ്വതിനും എന്ന് മനസ്സിലാക്കി ആ പൂവിൽ താൻ ദർശിച്ച തത്വശാസ്ത്രത്തെയാണ് വീണപൂവ് എന്ന കവിതയിലൂടെ കുമാരനാശാൻ മഹാകവി എഴുതിയത്. അത് തന്നെയാണ് ഋഷിമാരും ചെയ്തത്. ഈ പ്രകൃതിയിൽ കാണുന്ന പ്രതിഭാസത്തെ മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുക. അതിൽ ദൈവം എന്ന പദപ്രയോഗമേ ഇല്ല. ശരിക്കു പറഞ്ഞാൽ ബൈബിളിനെ എടുത്ത് ഈ വേദപുസ്തകം എന്ന് പറയുന്നതിൻ്റെ അത്രയും മഹാഭാവം, അത്ര ഹീനവും നീചവുമാണ് അങ്ങനൊരു പദപ്രയോഗം നടത്താം. രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. ബൈബിളിനകത്ത് യഹോവ 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 യഹോവ, ഖുറാന്റെ അകത്ത് അല്ലാഹു 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 അല്ലാണ്ട് വേറൊന്നുമില്ല. വേദത്തിൽ അങ്ങനെ ഒരു പദപ്രയോഗമില്ല. ദേവാഹ എന്ന് പറയുന്നത് പ്രകൃതിയെയാണ്, അല്ലാണ്ട് ഒരു പ്രത്യേക ദേവതയെ അല്ല പറയുന്നത്. ബ്രഹ്മം എന്ന പദപ്രയോഗം തന്നെ വേദത്തിൽ വിരളമായിട്ടേ ഉള്ളൂ. അതൊരു നിർദ്ദേശിക്കുന്ന പ്രതിഭാസത്തെയല്ല, പ്രപഞ്ചത്തെ നിലനിർത്തുന്ന പ്രതിഭാസത്തെയാണ്. നമ്മൾ പറയാറില്ലേ പ്രകാശം, അതുപോലെ താപം, വൈദ്യുതി, ഇങ്ങനെയുള്ള എനർജിയെയാണ് യഥാർത്ഥത്തിൽ ദേവതാ സങ്കല്പത്തിലൂടെ പറയുന്നത്. സൂര്യന് ഹവിസ് നിവേദിക്കാൻ തന്നെ കാരണം, അല്ലെങ്കിൽ സമർപ്പിക്കാൻ കാരണം എനർജിയുടെ പ്രതിരൂപമായതുകൊണ്ടാണ്. അപ്പൊ വായുവിനെ ഈശ്വരനായിട്ട് കാണാൻ കാരണം ജീവൻ നിലനിർത്തുന്നത് കൊണ്ടാണ്. വെള്ളത്തെ ദേവതമായിട്ട് കാണാൻ കാരണം അതില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നുമില്ല, മരുഭൂമിയായിത്തീരും. അതുകൊണ്ട് അവയ്ക്ക് ദേവതാ സ്ഥാനം കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ അല്ലാഹുവിനെ പോലെയോ യഹോവയെ പോലെയോ തൻ്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനോട് തുണി ഉടുക്കരുത് എന്ന് പറഞ്ഞ രീതിയിൽ ജ്ഞാനക്കനി തിന്നരുത്, നിനക്ക് വിവേകം ഉണ്ടാവരുത്, നീ നഗ്നനാണെന്ന് മനസ്സിലാവും, ഇങ്ങനെയുള്ള തറ ലെവലിലുള്ള വാക്കുകളൊന്നും വേദവരികളിൽ കാണാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് ഈ വേദം ഹൈന്ദവ ജനതയുടെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത വേദത്തിനെ കയറിയിട്ട് ബൈബിളായിട്ടും ഖുറാനുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ശരിക്കും എത്ര മോശമാണത് എന്നാണ് ചിലപ്പോൾ തോന്നാറുള്ളത്. പക്ഷേ അത് ഉള്ളവർക്ക് പറഞ്ഞുകൂടാ, കേൾക്കുന്നവർക്ക് അറിയാത്തത് കൊണ്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു. പള്ളികളിലൊക്കെ ഈ യേശു ക്രിസ്തുവിനെ ആണിയടിച്ച കുരിശു വെക്കാൻ വേണ്ടിയിട്ട് കൊടിമരം ഉണ്ടാക്കുന്ന മാതിരി ദേവവാഹനമാണ് കൊടിമരത്തിന്റെ മുകളിൽ വെക്കേണ്ടത്, അതിന് പകരം കുരിശ വെച്ചിരിക്കുന്നത്. അതായത് യേശു ക്രിസ്തുവിന്റെ വാഹനമായിരുന്നു കുരിശ് എന്ന് കാണിക്കാൻ പാകത്തിന്. ഏതായാലും നമ്മളുടെ വേദം അപൗരുഷേയമാണ്, അനാദിയാണ്, മന്ത്രദ്രഷ്ടാക്കളാണ് അത് എഴുതിയത്. 4 ആയിട്ട് വേദത്തെ തിരിച്ചു. എന്നിട്ട് വേദവ്യാസൻ എന്ത് ചെയ്തു അറിയോ? അറിവ് സ്റ്റാഗ്നന്റ് ആവരുത്, അറിവ് നിരന്തരം വളരണം, ചെടികൾ വളരുന്ന പോലെ സമൃദ്ധിയിലേക്ക് ഉയരണം എന്നുള്ളത് കൊണ്ട് 4 ശിഷ്യന്മാർക്ക് വേദത്തെ കൊടുത്തു. ഈ 4 വേദത്തെ എന്നിട്ട് അതിനെ വികസിപ്പിക്കാൻ പറഞ്ഞു. ഇപ്പൊ ഋഗ്വേദത്തിന് അങ്ങനെ 25 ശാഖകൾ ഉണ്ടായി. ഋഗ്വേദത്തിന് 25 ശാഖകൾ, ശാകല ശാഖ, ഭാഷ്കള ശാഖ, കൗശിതകി ശാഖ, സാങ്ക്യായന ശാഖ തുടങ്ങിയത് ഈ 4 ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. ബാക്കി 21 അപ്രത്യക്ഷമായി. അപ്പൊ ഈ ശിഷ്യന്മാര് ഒരു വേദത്തെ വെച്ചുകൊണ്ട് ഇത് മാത്രമേ പൂജിക്കാവൂ, ഇത് മാത്രമേ പഠിക്കാവൂ, ഇതല്ലാതെ വേറെ വായിക്കരുത്, ഇതാണ് ദൈവത്തിലേക്കുള്ള വഴി എന്നൊന്നും പറഞ്ഞില്ല. ആ വേദത്തിൽ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് പുതിയ പുതിയ വേദശാഖകൾ ഉണ്ടാക്കി. യജുർവേദം കിട്ടിയ വ്യക്തികള് അവരെന്ത് ചെയ്തു? അതിനെ അങ്ങോട്ട് പ്രസവിച്ചു. പ്രസവിച്ചു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ അറിയാമോ? അതങ്ങനെ വർദ്ധിപ്പിച്ചു എന്നാണ് അർത്ഥം. പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ശരിക്ക് അതിൽ 108 ശാഖകൾ ഉണ്ടായി. 37 ശാഖകൾ ഇന്നും അവൈലബിൾ ആണ്. തികച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഇപ്പൊ വാചസ്പതി, മാധ്യന്തീന, യജുർവേദ സംഹിത എന്ന് പറയുന്നതും കാണ്വ സംഹിത എന്ന് പറയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്.
കാണ്വ സംഹിതയും കാടക സംഹിതയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാടക സംഹിതയും അതേപോലെ തന്നെ കൃഷ്ണയജുർവേദത്തിലെ തൈത്തരീയ സംഹിതയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. എന്തിനാ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞെന്നറിയോ? ഈ യജുർവേദത്തെ തന്നെ അനവധി ശാഖകളായപ്പോൾ തികച്ചും പുതിയ ഗ്രന്ഥങ്ങളുണ്ടായി. 108 യജുർവേദ ഗ്രന്ഥങ്ങള് റിസൻഷൻ എന്ന ഇംഗ്ലീഷ് പേരില്, ബ്രാഞ്ചസ് എന്ന പേരല്ല. സംസ്കൃതത്തിലെ ശാഖയാണെങ്കിലും ഇംഗ്ലീഷിൽ അതിന് റിസൻഷൻസ് എന്നാ പറയേണ്ടത്. ഇപ്പൊ യജുർവേദ ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ സാമവേദം 1001 ശാഖകളുണ്ട്. ഇപ്പൊ 15ഓ 20ഓ ശാഖകളെ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഏതെങ്കിലും മൂലയ്ക്ക ഉണ്ടോന്നൊന്നും അറിഞ്ഞൂടാ. ഏതായാലും സാമവേദം അതിഗംഭീരമായിട്ട് പ്രചരിച്ച ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വേദമാണ്. 1000ഓളം ശാഖകൾ, 52 ശാഖകളാണ് അഥർവവേദത്തിനുള്ളത്. അപ്പൊ നമ്മളുടെ വേദഗ്രന്ഥങ്ങൾ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് ധാരാളം, കറക്ഷൻ എന്ന വാക്ക് ഉപയോഗിക്കാറില്ല, ഞാൻ അങ്ങ് കാഷ്വലി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. കറക്ഷൻ വരുത്തേണ്ടതായിട്ട് അതിനകത്തൊന്നും എഴുതിയിട്ടില്ല. എല്ലാം അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും. ഒരാൾ മറ്റൊരു അതിൻ്റെ ശാഖ വർദ്ധിക്കുമ്പോൾ അതിൽ ചില മന്ത്രങ്ങൾ വേണ്ടാന്ന് വെച്ച് കാണും, ആ ഭാഗത്തേക്ക് പുതിയത് ചേർത്ത് കാണും, അത്രയേ ഉള്ളൂ. അങ്ങനെ വേദങ്ങളെ അവര് പ്രസവിഷ്യത്വം യേശവോ സ്തുഷ്ടകാമത് എന്ന ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ 4 വേദങ്ങളെ അവര് പ്രചരിപ്പിച്ചു. ആ വേദമന്ത്രങ്ങൾ ഇന്ന് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ കേൾക്കുന്നു. ന്യൂറോ ലിംഗ്വിസ്റ്റിക്, സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റിന് വേദമന്ത്രങ്ങൾ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും തലച്ചോറിൻ്റെ പ്രവർത്തനം കുറേ നോർമലാക്കാനും നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹാർട്ട് ബീറ്റ് കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുമെന്ന് മന്ത്ര തെറപ്പി, മ്യൂസിക് തെറപ്പിയിലൂടെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്ക് നമ്മൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ വേദങ്ങൾ ഇന്ന് വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് അംഗീകരിച്ചിരിക്കുന്നു. മാട്രിക്സ് റെവല്യൂഷൻ 3 എന്ന ഇംഗ്ലീഷ് സിനിമയിൽ ഇംഗ്ലീഷുകാർ വേദമന്ത്രങ്ങൾ ആലോപിക്കുന്നത് വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇപ്പൊ അത്ഭുതകരമായ വസ്തുത ഞാൻ ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ പോയപ്പോൾ കണ്ടത്, 10,000-കണക്കിന് സെന്ററുകളിൽ വേദം പഠിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വേദം പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളുകളിൽ വരെയും വേദം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ വേദം ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ള ധാരണയൊക്കെ തെറ്റാണ്. അത് സവർണരുടേതാണ്, പിന്തിരിപ്പനാണ് എന്നൊക്കെ ഇവിടെ ചില കൊലവിളിക്കുന്ന മന്ത്രിമാരും കുറെ നേതാക്കന്മാരും ഒക്കെ പറയുന്നില്ലേ? അവര് പറയുന്നതൊക്കെ കേൾക്കേണ്ട നിങ്ങൾ ഇന്നലെ ഏഷ്യാനെറ്റിൽ അറബിക്കഥ എന്നൊരു സിനിമയുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണണം. അവരുടെ വരികളൊക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന്. അറബിക്കഥ നല്ലൊരു സിനിമയാണ്. അത് കണ്ടതിന് ശേഷം വേദം കേൾക്കണം. കാരണം ഇവർ പറഞ്ഞതൊന്നും തന്നെ അവരുടെ വീട്ടുകാർ തന്നെ പാലിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ അവരുടെ പുസ്തകങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും ഒന്നും നിലനിന്നില്ല. വേദം ഇന്നും അന്നും എന്നും നിലനിൽക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇങ്ങണിശ്ശേരിയിൽ എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, 50 മിനിറ്റായിരുന്നു പ്രഭാഷണം, പിന്നെ വേദത്തിൻ്റെ ക്ലാസ്സായിരുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വേദം പഠിക്കണം, വായിക്കാൻ പഠിക്കണം, ബൈഹാർട്ടായിട്ട് പഠിക്കരുത്. എന്ത് സംവിധാനം വേണമെങ്കിലും ചെയ്തു തരാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. വായിക്കാൻ പഠിക്കാൻ, ബൈഹാർട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. വേദം പഠിച്ചാൽ അടിമുട്ടി നമ്മളിൽ മാറ്റം ഉണ്ടാവും. ഞാൻ ഉറപ്പിച്ചു പറയും, ഒരു അന്ധവിശ്വാസിയുടെ ഭാഷയിലല്ല ഞാൻ പറയുന്നത്. ശരിക്കും സ്വസ്തി ശ്രദ്ധാം മേധാം യശപ്രജ്ഞാം വിദ്യാം ബുദ്ധിം ശ്രിയം ബലം ആയുഷ്യം തേജ ആരോഗ്യം ദേഹിമേ വേദമാതേ 12 ക്വാളിറ്റിയാ വേദം പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത്. വേദിക് മാനേജ്മെന്റ് എന്ന വിഷയത്തെക്കുറിച്ച് തന്നെ ഞാൻ IIM ബാംഗ്ലൂരും മറ്റ് കുറേ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുത്തു. എത്ര ഗംഭീരമായിട്ട് ആൾക്കാരത് സ്വീകരിക്കുന്ന അറിയോ? അതൊരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ആത്മീയതയുടെ അതിപ്രസരമുള്ളതോ ആയിട്ടുള്ള ഗ്രന്ഥമൊന്നും അല്ല. അത് വായിച്ച, പക്ഷേ അതിനെ കൊണ്ടുപോയിട്ട് ഈ ബൈബിളും ഖുറാനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ വേദന തോന്നുന്നത്. ശരിക്കും വേദന തോന്നുന്നത് അപ്പോഴാണ്. ഇത്രയും ഉജ്ജ്വലമായ വേദത്തെ മരുഭൂമിയിൽ ജീവിക്കുന്ന കുറേ പ്രാകൃതരായ ജനങ്ങളെ നവീകരിക്കാൻ വേണ്ടി കൊടുത്ത സ്റ്റാൻഡേർഡിലുള്ള ഗ്രന്ഥത്തിലേക്ക് താരതമ്യം ചെയ്യാം. ഇപ്പൊ നമ്മുടെ പ്രഭാഷണം കേൾക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്. അവരെ വേദനിപ്പിക്കാനല്ല ഞാനിത് പറഞ്ഞത്. എന്തിനാ ആവശ്യമില്ലാത്ത കമ്പാരിസൺ എന്ന് പറയാൻ? മഹാകവി കുമാരനാശാന്റെ ഒരു കവിതയും തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അതുപോലെ തന്നെ ബാഹുബലി എന്ന സിനിമയും
നമ്മളുടെ വേറെ ഏതെങ്കിലും ഒരു സിനിമയും തമ്മിൽ കമ്പയർ ചെയ്താൽ, സിനിമ എന്ന രീതിയിൽ കമ്പയർ ചെയ്യുക, കണ്ടന്റ് എന്ന രീതിയിൽ കമ്പയർ ചെയ്താൽ വളരെ മോശമാണ്. ഒരു ക്രിസ്ത്യാനിയെ വേദനിപ്പിക്കാനല്ല പറഞ്ഞത്, ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കാനല്ല പറഞ്ഞത്. പക്ഷേ താരതമ്യം ചെയ്യാൻ പാടില്ലാത്ത പലതിനെയും കയറി താരതമ്യം ചെയ്ത് എടുത്ത് വികൃതമാക്കിയിരിക്കുകയാണ്. ഹിന്ദു ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾ പള്ളിയിലെടുത്ത് ആ കൊടിമരമായാലും കൽവിളക്കായാലും കാവ്യവസ്ത്രമായാലും രുദ്രാക്ഷമായാലും ക്രിസ്തു സഹസ്രനാമമായാലും പള്ളിയിലെ ഓണാഘോഷമായാലും ശിവരാത്രി ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചും പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും എല്ലാം ഈ ധന്യമായ നന്മകളെ എടുക്കണോ? എടുക്കുകയാണെങ്കിൽ അത് അതേപോലെ എടുക്കണം. അതിനെ വികൃതമാക്കിയിട്ട് അതിനെ വേറെ രീതിയിൽ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് എടുക്കുന്നതിനോടാണ് ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ വേദം പഠിക്കണം. 10 പേരോ 15 പേരോ പഠിക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ ബ്ലൂടൂത്ത്, ആ ബ്ലൂടൂത്ത് നിങ്ങളുടെ മൊബൈലും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. ഇവിടെ നിന്ന് ഞാൻ നിങ്ങളുടെ മൊബൈലിലേക്ക് വിളിച്ച് ക്ലാസ് എടുക്കാം. ഒരു 2 മണിക്കൂർ നിങ്ങൾ വേദം പഠിച്ചാൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് വേദം വായിക്കാൻ സാധിക്കും. അതിൻ്റെ സ്വരം 10 എണ്ണം: ഉദാത്തം, അനുദാത്തം, സ്വരിതം, ദേവം, ഹ്രസ്വം, പ്രജേയം, അനുനാസിക, കമ്പം, ദീർഘകമ്പം, പ്ലുതം. 10 സ്വരം പഠിച്ചാൽ സാമവേദം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാക്കി 3 വേദങ്ങളിൽ ഒരു വേദത്തിലെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ വായിക്കാൻ പഠിച്ചാൽ 3 വേദം പഠിക്കാനും ബുദ്ധിമുട്ടില്ല. പക്ഷെ പഠിക്കാനായിട്ട് പുറപ്പെടുന്നവർ നേരത്തെ തന്നെ ഇവിടെ നിന്ന് ചെറിയൊരു ബുക്കിലെറ്റ് ഉണ്ട്, അതൊരു 10ഓ 50ഓ പുസ്തകം ഇവിടെ നിന്ന് അയച്ചു തരാം. ഇന്ത്യക്കകത്ത് പുറത്തേക്ക് അയച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ നോക്കിയിരുന്ന് 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കാം. എന്നിട്ട് നിങ്ങൾ പഠിച്ച് ബാക്കിയുള്ളവരെ പഠിപ്പിക്കണം. നല്ല രസമാണ്. ഈ ലോകത്തിൽ വേദം വായിക്കാൻ അറിയാവുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ ഒരാളായിട്ട് നിങ്ങൾ തീരണം. ധാരാളം കുട്ടികൾ തൃശ്ശൂരിൽ മിനിഞ്ഞാന്നത്തെ വേദ ക്ലാസ്സിലുണ്ടായിരുന്നു. നിങ്ങളും അതേപോലെ വേദം പഠിക്കണമെന്ന് അവരോട് ഞാൻ പറഞ്ഞു. അവർക്ക് വേദം പഠിപ്പിച്ചു. പ്രത്യേകിച്ച് ഞാൻ RSSകാരോടാണ് പറഞ്ഞത്. RSSകാരോട് പറയാൻ കാരണം കുറെ കൂടി ഡിവോഷനും ഡെഡിക്കേഷനും ഉള്ളവരാണ്. അപ്പോൾ അവർ പഠിക്കാൻ ഇറങ്ങിയാൽ പിന്നെ പഠിപ്പിക്കാനും വിഷമം ഉണ്ടാവില്ല. ധാരാളം പേര് RSSകാരോട് വന്നിരുന്നു. അവരതിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ വേദം ഈ ഭാരതം മുഴുവനും കേരളത്തിൽ നിന്ന് പ്രചരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.